ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന കൺട്രി നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സ് യൂറോപ്പിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അതുപോലെ നെതർലാൻഡിലൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നെതർലാൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഒരു ചാമിങ് കനാൽസും ടുലിപ്പ് ഫീൽഡ്സൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അതുപോലെ വിൻമിൽസും വൈബ്രൻറ്റ് സിറ്റീസൊക്കെയാണ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ അത് ഫേമസ് ആയിട്ടുള്ള അവരുടെ ആംസ്റ്റർഡാം ആണ്. അതെല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്, ഫേമസ് ആയിട്ടുള്ളതാണ്. അതുപോലെ കൂടുതലും പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഹിസ്റ്ററി, മോഡേൺ കൾച്ചർ, മ്യൂസിയം, സീനിക് കൺട്രി സൈഡ് ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. അതുപോലെ തന്നെ ഈ കൺട്രി ഫേമസ് ആയിട്ടുള്ള അവരുടെ സൈക്ലിംഗ് കൾച്ചറും പിക്ചറസ്ക് വില്ലേജസും ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫുമാണ് വരുന്നത്. നെതർലാൻഡ്സിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ആംസ്റ്റർഡാം ആണ്. അതുപോലെ അവരുടെ കറൻസി വരുന്നത് യൂറോ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് ഡച്ച് ആണ്. അതുപോലെ ഒരു കോണ്ടിനെൻറ്റ് വരുന്നത് യൂറോപ്പാണ്. വെസ്റ്റേൺ യൂറോപ്പ് കൺട്രി ആണ് നെതർലാൻഡ്സ് വരുന്നത്. ടൈം സോൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം UTC+1 ആണ്. സമ്മർ ടൈമിലാകുമ്പോൾ ഡേ ലൈറ്റ് സേവിങ് ടൈം ആയിരിക്കും വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വൈ വിസിറ്റ് നെതർലാൻഡ്സ്, അതായത് നെതർലാൻഡ്സ് എന്തുകൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം എന്നുള്ള ആൻസറാണ് അവിടെ ഒരു ബ്യൂട്ടിഫുൾ കനാൽസും അവരുടെ ചാമിങ് സിറ്റീസ്, അതുപോലെ തന്നെ ഫേമസ് തുലിപ്പ് ഫീൽഡ്സ് ഉള്ളതും ഫ്ലവർ ഗാർഡൻസ് ഉള്ള ഒരു കൺട്രിയാണ് നെതർലാൻഡ്സ്. അതുപോലെ ഐക്കോണിക് വിൻമിൽസ് ആൻഡ് കൺട്രി സൈഡ് വില്ലേജസ് ആണ് അതിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വേൾഡ് ക്ലാസ് മ്യൂസിയംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീനിക് സൈക്ലിംഗ് കൾച്ചർ, ഈസി ട്രാവൽ കൺട്രി കൂടിയാണ് നെതർലാൻഡ്സ്. അതുപോലെ തന്നെ അവരുടെ ഹിസ്റ്റോറിക്കൽ ടൗൺസ് ഉണ്ട്, യുണീക്കൽ ആർക്കിടെക്ചറൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ടൗൺസ് വരുന്നുണ്ട് നെതർലാൻഡ്സിൽ. അതുപോലെ തന്നെ ഒരു ഗ്രേറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് റൊമാൻറ്റിക് ട്രിപ്സ് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് നെതർലാൻഡ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ യൂറോപ്യൻ കൺട്രീസിനും ഈസി ആക്സസ് ആണ് നെതർലാൻഡ്സിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അതർ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഓൾസോ. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് നെതർലാൻഡ്സ് എന്ന് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ടൈം എന്ന് പറയുന്നത് അവരുടെ മാർച്ച് ടു മെയ് ആണ്. ആ സമയത്താകുമ്പോൾ പ്ലസൻറ്റ് വെതർ ആയിരിക്കും. ആ ടൈമിലായിരിക്കും തുലിപ്പ് സീസൺ വരുന്നത്. ആ സമയത്ത് ഗാർഡൻസും നമുക്ക് ബ്ലൂമിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കൺട്രി സൈഡൊക്കെ കൂടുതലും വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈറ്റ് സീയിങ്ങിൻ്റെ പെർഫെക്റ്റ് ടൈമാണ് ഈ മാർച്ച് ടു മെയ് എന്ന് പറയുന്നത്. പിന്നെ വരികയാണെങ്കിൽ അവരുടെ സമ്മർ ടൈമാണ്, അത് ജൂൺ ടു ഓഗസ്റ്റ് ആണ് വരുന്നത്. ആ സമയത്താണെങ്കിൽ നമുക്ക് വാം ആൻഡ് ലൈവ്ലി ടൈം ആയിരിക്കും. അതുപോലെ തന്നെ കനാൽസും ഫെസ്റ്റിവൽസും ബീച്ചസും ലോങ് ഡേ ലൈറ്റൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ സമ്മർ ടൈം ആയിരിക്കും. പിന്നെ വരുവാണെങ്കിൽ അവരുടെ ഓട്ടം സമയമാണ്. ഓട്ടം സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബറാണ്. ആ സമയത്ത് ഒരു കൂൾ ആൻഡ് സീനിക് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോട്ടോഗ്രാഫി, മ്യൂസിയം, വിൻമിൽസ്, ഫ്യൂ ക്രൗഡ്സ് ആയിരിക്കും ആ ഒരു സമയത്ത് വരുന്നത്. പിന്നെ വരുവാണെങ്കിൽ നമുക്ക് വിൻ്റർ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ആ സമയത്ത് കോൾഡ് ആൻഡ് കോസി ആയിരിക്കും. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ക്രിസ്മസ് മാർക്കറ്റ്, ഇൻഡോർ അട്രാക്ഷൻസ് ആൻഡ് വിൻ്റർ വൈബ്സ്, അതായത് നമുക്ക് ഐസ് സ്കേറ്റിംഗ്, വിൻ്റർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അവരുടെ വിൻ്റർ ടൈം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നെതർലാൻഡിലെ പ്ലേസസ് ഹൈലൈറ്റ്സ് ആണ്. ഇതിൽ മെയിൻലി വരുന്നത് എല്ലാവർക്കും അറിയുന്ന ആംസ്റ്റർഡാം ആണ്. അവിടെ കനാൽസും മ്യൂസിയംസ്, നൈറ്റ് ലൈഫ്, വൈബ്രൻറ്റ് സിറ്റി വൈബ്സ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരികയാണെങ്കിൽ അവിടെ ക്വയഗ്നോഫ് ഗാർഡൻസ് ആണ് വരുന്നത്. വേൾഡ് ഫേമസ് തുലിപ്പ് ഗാർഡൻസ് സ്പ്രിംഗ് ടൈം ആ ഒരു സ്ഥലത്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെയാണെങ്കിൽ സാൻസേസ് കാൻസ്, അവിടെയാണ് വിൻമിൽസ്, വുഡൻ ഹൗസസ്, ഡച്ച് കൾച്ചർ ഇതൊക്കെ വരുന്നത്. പിന്നെ അവരുടെ ഗേറ്റ് റോൺ, അവിടെ വരുന്നത് വെനീസ് ഓഫ് നെതർലാൻഡ്സ് കനാൽ വില്ലേജ് എന്നറിയപ്പെടുന്നത്. പിന്നെ റോട്ടർഡാം, അവിടെ മോഡേൺ ആർക്കിടെക്ചർ, സ്കൈ ലൈൻ, ഹാർബർ ക്രൂസ് ഇതൊക്കെ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ദ ഹാഗ്യൂ, അതൊരു റോയൽ സിറ്റിയാണ്. പീസ് പാലസ്, മ്യൂസിയംസ് ഒക്കെ ഉള്ള ഒരു മെയിൻ സിറ്റിയാണ് ഹാഗ്യൂ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ കിൻഡർ ടിച്ചാണ്, യുനെസ്കോ വിൻമിൽസും സീനിക് കൺട്രി സൈഡുള്ള ഒരു സ്ഥലമാണ് അത്. പിന്നെ വരികയാണെങ്കിൽ യുട്രെക്റ്റ് ആണ്, ബ്യൂട്ടിഫുൾ കനാൽസ്, ഡോം ടവർ, റിലാക്സ് സിറ്റി ഇതൊക്കെ വരുന്നതാണ് ഇവിടെ. പിന്നെ പറയുകയാണെങ്കിൽ അവിടെ വോളൻഡാം ആൻഡ് മാർക്കൻ ആണ്, ഫിഷിംഗ് വില്ലേജാണ് അത് കൂടുതലും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ഡച്ചാം ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ അവിടെ ഡെൽഫ്റ്റ് ആണ്, അത് ബ്ലൂ പോട്ടറി, ഓൾഡ് ടൗൺസ് ആൻഡ് ചാമിങ് സ്ട്രീറ്റ് ആണ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നെതർലാൻഡിലെ മേജർ എയർപോർട്ട്സ് ആണ്. മേജർ എയർപോർട്ട്സ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം സ്കിപ്പോൾ എയർപോർട്ടാണ് മെയിൻലി വരുന്നത്. ബിഗ്ഗസ്റ്റ് മെയിൻ ഇൻ്റർനാഷണൽ ഹബ്ബാണ്. പിന്നെ പറയുകയാണെങ്കിൽ എൻഡോവൻ എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ റോട്ടർഡാം ദ ഹാഗ്യൂ എയർപോർട്ട് വരുന്നുണ്ട്. മാസ്ട്രിക്റ്റ് ആഗൻ എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോണിഗ്നൻ എയർപോർട്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് എയർപോർട്ട്സ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ നെതർലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിനാണ് ട്രെയിൻസ്, അതും ഫാസ്റ്റസ്റ്റും ബെസ്റ്റ് ഫോർ സിറ്റി ടു സിറ്റി ട്രാവലിന് നമ്മൾ ട്രെയിൻസ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ട്രാംസ് വരുന്നത്. അത് കോമൺ ആയിട്ട് വരുന്നത് ആംസ്റ്റർഡാം ആൻഡ് റോട്ടർഡാം ആൻഡ് ഹാഗ്യൂലാണ് മെയിൻലി ട്രാംസ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെട്രോ ആണ്. അതായത് അവൈലബിൾ ഇൻ മെയിൻലി റോട്ടർഡാം ആൻഡ് ആംസ്റ്റർഡാമിലാണ് മെയിൻലി മെട്രോസ് ഉണ്ടാകുന്നത്.
പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ബസ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ടൗൺ ഏരിയാസിലൊക്കെ മെയിൻലി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണത്. ട്രെയിൻ എത്താൻ പറ്റാത്ത ഏരിയാസിലൊക്കെ നമുക്ക് ബസ്സസ് യൂസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻലി അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷനാണ് ബൈസൈക്കിൾ എന്ന് പറയുന്നത്. മോസ്റ്റ് പോപ്പുലർ ലോക്കൽ ട്രാൻസ്പോർട്ട് അക്രോസ് നെതർലാൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കനാൽ ബോട്ട്സ് ഉണ്ട്. അത് സൈറ്റ് സീയിങ്ങിനും ആംസ്റ്റർഡാം ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആണെങ്കിൽ ടാക്സീസ് ആൻഡ് ഊബേഴ്സ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും കമ്പയർ ടു പബ്ലിക് ട്രാൻസ്പോർട്ട്. പിന്നെ നമുക്ക് ചിപ്പ് കാർട്ട് അവൈലബിൾ ആയിരിക്കും. അത് ട്രാവൽ കാർഡാണ് യൂസ് ഫോർ ട്രെയിൻ, ട്രാംസ്, ബസ്സസ്, മെട്രോനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് നമുക്ക് അവിടെ ഫെറീസ് അവൈലബിൾ ആയിരിക്കും. ഒരു ഐലൻഡ് ഷോർട്ട് ക്രോസിങ്, ആംസ്റ്റർഡാം ഫെറി, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഫെറീസ്. പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ അവിടെ ഫേമസ് ഫുഡാണ് വരുന്നത്. സ്ട്രൂപ്പ് വാഫൽ എന്നാണ് അവിടെ വേഫൽസ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ അത് മെയിൻലി വരുന്നത് ഫിൽ വിത്ത് വാം കാരമൽ സിറപ്പാണ്. അത് അവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ്. പിന്നെ നമുക്ക് അവരുടെ ഗൗഡ ഏലം ചീസ് വരുന്നുണ്ട്. അതുപോലെ ബിറ്റർ ബാൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്പി ഫ്രൈഡ് മീറ്റ് ബോൾസ് ആണ് അതിൽ വരുന്നത്. അതുപോലെയൊക്കെയാണ് ഡച്ച് ഫ്രൈസ്, ഹാരിങ്, ക്രോക്കറ്റ്, ഒലീവ് ഓയിൽ, ഇതൊക്കെ അവരുടെ ഫേമസ് ഫുഡ് വരുന്നത്. നെതർലാൻഡ് ടൂറിസ്റ്റ് വിസ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസയാണ് വരുന്നത്. ടൈപ്പ് സി ഷെങ്കൻ വിസയാണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് എംബസി അപ്രൂവൽ ആയിരിക്കും. സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സ്റ്റേ അലൗഡ് എന്ന് പറയുന്നത് അപ് ടു 19 ഡേയ്സ് വിത്തിൻ 180 ഡേയ്സ് ആണ്. അപ്ലൈ ത്രൂ നമുക്ക് VFS ഗ്ലോബൽ നെതർലാൻഡ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പാസ്പോർട്ട് വാലിഡിറ്റി മിനിമം 3 മന്ത്സെങ്കിലും വേണം ആഫ്റ്റർ റിട്ടേൺ ഡേറ്റ്. പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് നോർമലി 15 വർക്കിംഗ് ഡേയ്സ്. അത് വേണമെങ്കിൽ മാക്സിമം നമുക്ക് 30 to 45 ഡേയ്സ് വരെ ആവാം. ബയോമെട്രിക് റിക്വയർഡ്, ഫിംഗർ പ്രിൻറ്റ്സ് പ്ലസ് ഫോട്ടോ ആവശ്യമുണ്ട്. ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്, കവറേജ് വരുന്നുണ്ട് നമുക്കതിൽ. പിന്നെ വിസ ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്റ്റിക്കർ സ്റ്റാമ്പ്ഡ് ഓൺ പാസ്പോർട്ടാണ്. സ്റ്റിക്കർ ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്ലൈ ടൈം ബെസ്റ്റ് 30 to 40 ഡേയ്സ് ബിഫോർ ട്രാവൽ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻലി നെതർലാൻഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ള. ഒരു യൂറോപ്പിലെ തന്നെ ഷെങ്കൻ ഏരിയയിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നെതർലാൻഡ്. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഡു ഫോളോ വെസ്റ്റ്ബഡ് ഹോളിഡേയ്സ്. താങ്ക് യു.